ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദേവിക, ഇത്തരത്തിൽ ദിവസം റിനി നായിക കൂടിയായിട്ടുള്ള നടപടി സ്വീകരിക്കും. മുമ്പും ഇത്തരത്തിൽ പാലക്കാട് MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല. ലഭിച്ച പരാതി അതൊരു മെസ്സേജിലൂടെയായിരുന്നു. ആ പെൺകുട്ടി ഒരു മെസ്സേജിലൂടെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും മോശം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം VD സതീശനോട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത്. ആ സമയത്ത് പാർട്ടി അത് വലിയ രീതിയിൽ ചർച്ചയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നീട് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിലേക്ക് ഒരുപാട് പരാതികളോ ഒന്നും ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ പരാതികൾ ലഭിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ അത്തരത്തിൽ തന്റെ മികവ് പ്രകടിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തകനെ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള വാദമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ പുറത്തു വരുന്ന പല വാർത്തകൾ കൂടുതൽ ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി വരുന്നുണ്ട് എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി തന്നത്? അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോട്ടെ. മറ്റു കാര്യങ്ങൾ പാർട്ടിയിൽ ഇതുവരെ ചർച്ചയായിട്ടില്ല. നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ AICC ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിക്കുമോ എന്ന കാര്യത്തിലും അത് ഇതുവരെ സംസ്ഥാന നേതൃത്വം കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല. അതിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ആരാണ് അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടുള്ളതും എന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ MLA സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷ നേതാവിന് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിനും വ്യക്തമായിട്ടൊരു മറുപടി നൽകാൻ VD സതീശന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടി ഇത്തരത്തിൽ അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അത് പരിശോധിക്കേണ്ടി വരും. കാരണം വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവിന് ഇത്രയും വലിയ ഒരു ആരോപണങ്ങൾ വന്നില്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു നേതൃത്വത്തിനെതിരെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ ഇത്രയും വലിയൊരു ആരോപണം കൊണ്ടുവന്നിട്ടും ആ വിഷയത്തിൽ വ്യക്തമായിട്ട് മറുപടി പറയാൻ ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് വേണം ഇന്ന് VD സതീശൻ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം തെറിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിൽ വ്യക്തത തന്നിട്ടില്ല. പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അത് കൂടിയാലോചനകൾ നടത്തി നടപടിയായിട്ട് എന്തായാലും കൂടുതൽ നടപടികൾ വരുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്.